ഗുഡ് മോർണിംഗ് ആൾ. ന്യൂസിൻ്റെ ബേസിൽ വളരെയധികം പൊളാരിറ്റിയാണ് മാർക്കറ്റിലുള്ളത്. പ്രധാനപ്പെട്ട ന്യൂസ് വന്നിരിക്കുന്നത് നമ്മൾ ഊഹിച്ചാൽ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നത്, ചൈന വീണ്ടും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. അവരും ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ടും അവരും ഒരു പെർസെൻറ്റേജ് ഓഫ് ചാർജസ് 34% അമേരിക്കക്കെതിരെ അവർ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ആ താരിഫ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 50% കൂടി താരിഫ് വന്നു. 100% താരിഫ്. ടോട്ടൽ എല്ലാം കൂടി ചൈനയ്ക്ക് 104% താരിഫ് വരും എന്നുള്ളതാണ് അത്. ചൈന ലാസ്റ്റ് ഇവിടെ നമുക്ക് വായിക്കാവുന്ന സമ്മറിയിൽ നമുക്ക് മനസ്സിലാവുന്നത്, ചൈന സ്ട്രോങ്ലി ഇതിനെ എതിർക്കുക തന്നെയാണ്, ഞങ്ങളിതിനെ ഫൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് പോസിറ്റീവ് ന്യൂസുകളൊന്നുമില്ല. പക്ഷേ എങ്കിലും നെഗോസിയേഷന് ഞാൻ എല്ലാ രാജ്യങ്ങളോടും താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൂടിയാണ് മാർക്കറ്റിൽ റിക്കവറി വന്നത്. ഞാൻ നെഗോസിയേഷൻ ചെയ്യാൻ അമേരിക്ക തയ്യാറാണെന്ന് പറഞ്ഞതാണ് ഒരു പോസിറ്റീവ് ട്രെൻഡ് പോലെ വന്നത്. അത് മാർക്കറ്റിനെ റിക്കവർ ചെയ്യുന്നതിന് കാരണമായി. 2 ഡെഡ് കാറ്റ് ബൗൺസ് ആണ്. ചില സമയത്ത് മാർക്കറ്റ് ഇത്രയും അടിക്കുമ്പോൾ ഒരു ബൗൺസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒരു മാർക്കറ്റ് ഇത് എടുക്കാൻ പറ്റില്ല, ലോങ് ടൈമിലേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊരു താൽക്കാലികമായിട്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ ചെറിയൊരു എന്താ പറയുക, ഒരു ഡീറ്റെയിൽസ് പറയുകയാണ്, നെഗോസിയേഷന് താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴേക്കും മാർക്കറ്റ് റിക്കവർ ചെയ്തു. ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാരണ്ടിയുള്ള മൂവ്മെൻറ്റ്സ് ഒന്നല്ല. എങ്കിൽ തന്നെയും നമ്മളെ സംബന്ധിച്ച് RBIയുടെ പോളിസി മറ്റന്നാൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റിക്കവറി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളെ പോസിറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ എങ്കിൽ തന്നെയും നമ്മളെ ടോട്ടലായിട്ട് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതും പ്രധാനമാണ്. ചൈന എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടി ചൈനയ്ക്ക് ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചൈന റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എന്താണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോറിൻ ഇൻവെസ്റ്റർ ഇപ്പോഴും സെല്ലിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 9,000 കോടിയുടെ സെല്ലിങ്ങാണ് FIs നടത്തത്. അതിന് റിജക്റ്റ് ആയിട്ടിട്ട് നല്ലൊരു ബൈ തന്നെ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അത് മാർക്കറ്റിൽ വന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ് ഒന്നുമില്ല, നെഗറ്റീവ് തന്നെയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ADR ഏകദേശം ഇൻഫോസിൻ്റെ ADR ഒരു 1% അപ്പാണ്. അതന്നെ മാർക്കറ്റിന് പോസിറ്റീവ് ഉണ്ടാക്കും. വിബ്രോൻ്റെ ADR പോസിറ്റീവ് ഉണ്ടാക്കും. അപ്പോൾ ADRൽ ഇൻഫോസ്, വിബ്രോ ബൈ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ HDFC മാത്രമാണ് 2% ഡൗണുമാണ്. പക്ഷേ അത് നോക്കണ്ട, HDFCക്ക് ന്യൂസുകൾ കുറച്ചുണ്ട്. അപ്പോൾ അത് റിക്കവറിക്കുള്ള ചാൻസസും കൂടുതലാണ്. ICICI ബാങ്ക് ഏകദേശം നില്ലാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റ് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ പോസിറ്റീവാണ്. അപ്പോൾ അതിൽ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത്, അമേരിക്കയിൽ വന്ന ചില ടെക് സ്റ്റോക്സുകളുടെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. ഇത് ടെക് ഷെയർസിനെ അവിടുത്തെ അപ് ട്രെൻഡിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് IT സെക്ഷനിൽ നിന്ന് ഒരു പ്ലസ് മൂവ്മെൻ്റാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം നിഫ്റ്റി അപ്പാണ്, അതുകൊണ്ട് മാർക്കറ്റ് പോസിറ്റീവ് ആവുന്നു. പക്ഷേ സപ്പോർട്ടിങ് കൗണ്ടറിൽ ഇതായിരിക്കും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ തന്നെ സമയം ഏകദേശം 7:35 7:35 സമയത്ത് ഏകദേശം 332 പോയിൻറ്റ് അപ്പാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റ് അപ് ട്രെൻഡിൽ ഓപ്പൺ ആവുന്നുള്ള കാര്യത്തിന് ഓവറായിട്ട് സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിക്കവറി വരും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ വന്ന് കാലത്ത് മാർക്കറ്റ് കയറുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് പൊസിഷൻ ഇവിടുന്ന് ബൈ എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഷോർട്ട് അടിച്ച ആൾക്കാരുണ്ട്. ആ ഷോർട്ട് അടിച്ച ആൾക്കാർ ഷോർട്ട് കവർ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. കാരണം തേഴ്സ്ഡേ ലീവാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ, നാളെയും കൂടിയല്ലേ ഉള്ളൂ, ബുധനല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഷോർട്ട് കവറിൻ്റെ ശക്തി കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഈ ഷോർട്ട് അടിച്ച കവറിങ് നാളേക്ക് വെക്കുന്നത് ഓപ്ഷനിൽ റിസ്ക്കാണ്. മാക്സിമം ഇന്ന് തന്നെ കവർ ചെയ്യണം. അപ്പോൾ ടോട്ടലി ഒരു പെട്ടെന്നുള്ള അപ് ട്രെൻഡും അതിനോട് ചേർന്ന കുറച്ച് സമയങ്ങൾ അപ് ട്രെൻഡ് തന്നെ നിൽക്കാനായിരിക്കും സാധ്യത. RBI പോളിസിയിൽ ഏകദേശം 25 BPS നമുക്ക് റേറ്റ് കട്ടിന് സാധ്യത കൂടുതലാണ്.
അപ്പോൾ അതൊരു ട്രെൻഡ് പോസിറ്റീവായിട്ട് ഒരു ദിവസത്തേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർ ബി ഐയുടെ പോളിസിയുടെ ഔട്ട്പുട്ട് കമ്മിൻ്റെ ഒരു മോഡലാണ് അറിയുന്നത് 25 ബേസ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ടർ മാർക്കറ്റിനെ ഒരു അപ് ട്രെൻഡ് ഉണ്ടാക്കും. നാളെയാണ് ഇതിൻ്റെ ന്യൂസ് വരുന്നത്, എങ്കിൽ തന്നെ ഇതൊരു മാർക്കറ്റ് അപ് ട്രെൻഡിന് കാരണമാക്കിയെടുക്കും. സ്പെസിഫിക് ന്യൂസ് നോക്കുമ്പോൾ സ്പെസിഫിക് ന്യൂസ് നോക്കുമ്പോൾ ടൈറ്റാൻ ഏകദേശം അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ അവരുടെ ബിസിനസ് വളരെ അപ്പായി എന്നാണ് ന്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇത് ടൈറ്റാനെ സംബന്ധിച്ച് വരാവുന്ന റിസൾട്ട് നന്നാവുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ ഈ സിറ്റുവേഷനിൽ ഗോൾഡിൻ്റെ വില കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ ന്യൂസ് ഈ ടൈറ്റാൻ എന്ന കമ്പനീനെ ഇന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ടാറ്റയുടെ പ്രൊഡക്റ്റായുള്ള ടൈറ്റാൻ ഇന്ന് ഒരു ഹൈ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് ബി എല്ലിന് ഓർഡേഴ്സുകളാണ്. ബി എല്ലിന് വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഓർഡർ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ബി എല്ലിന് വലിയ ഓർഡേഴ്സാണ് കിട്ടുന്നത്. അപ്പം ഞാൻ പറയില്ല ഷെയർസുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് അധികം ഇത്രയും നല്ല ഓർഡർ കിട്ടുന്ന കമ്പനിയുടെ ഷെയർസൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എത്ര നല്ലതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നല്ല ന്യൂസാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് ഇതിൽ ബൈ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ബി എൽ ഒരു ലോങ് ടൈം ഒരു ബെറ്റ് തന്നെയായിരിക്കും. ഈ മാസത്തെ സെയിൽസിൻ്റെ കാര്യത്തിൽ മഹീന്ദ്ര ഏകദേശം ഇൻലൈനിലാണ്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. കണ്ടമാനം പോസിറ്റീവ് ന്യൂസ് മഹീന്ദ്രയുടെ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ മഹീന്ദ്ര നല്ലൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. HDFC മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ HDFC മ്യൂച്വൽ ഫണ്ട് ഏകദേശം 0.56% ബൈ എടുത്തിരിക്കുകയാണ്. സെയിൻറ്റ് കമ്പനിയുടെ ഷെയർസിൽ വാച്ച് ചെയ്യുക. ബെസ്റ്റ് ബൈ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കൗണ്ടർ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബൈയും വന്നിട്ടുണ്ട്. ഷോർട്ട് ടൈമിൽ എനിക്ക് തോന്നുന്നു കോൾഗേറ്റ് സപ്പോർട്ടീവായിട്ടൊരു കൗണ്ടർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. കോൾഗേറ്റ് NHPC വാച്ച് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. ആക്സിസ് ബാങ്കിൽ നിന്ന് നിഫ്റ്റി ഇപ്പോഴും 370 പോയിൻ്റ് അപ്പാണ്. പോസിറ്റീവ് ഓപ്പണിംഗ് ഗ്യാരണ്ടിയാണ്. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്